ഇടതുമുന്നണിയിലെ 2 രാജ്യസഭാ സീറ്റ് വീതം വയ്ക്കുന്നതിൽ കീറാമുട്ടിയായിരിക്കെ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യമുയർന്നു. CPIക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമായി നൽകണം. എളമരം കരീം ഒഴിയുമ്പോഴും പാർട്ടിക്ക് രാജ്യസഭയിൽ മറ്റ് 3 അംഗങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒഴിവ് വരുന്ന 2 സീറ്റുകൾ അവരവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ മുന്നണിയിൽ അപശബ്ദങ്ങൾ ഉയരും. ജോൺ ബ്രിട്ടാസും P. ശിവദാസനും A. റഹീമുമാണ് നിലവിലെ CPMൻ്റെ രാജ്യസഭാ അംഗങ്ങൾ. പുതിയ ലോക്സഭയിൽ 4 അംഗങ്ങൾ മാത്രമുള്ള CPM ഈ ആവശ്യത്തിന് വഴങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു വശത്ത് രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള 3 ഒഴിവുകളിലേക്ക് പത്രിക സമർപ്പിക്കാനുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു. അവസാന തീയതി 13-ാം തീയതിയാണ്. UDFന് ലഭിക്കുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിനാണ്. ലീഗ് സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. CPIക്ക് രാജ്യസഭയിൽ നിലവിൽ ഒരംഗം, അതായത് P. സന്തോഷ് കുമാർ ഉണ്ടെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിയുന്ന സീറ്റ് കിട്ടിയേ തീരുവെന്ന നിലപാടിലാണവർ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പാർട്ടി മത്സരിച്ച 4 ലോക്സഭാ സീറ്റിലും സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് രാജ്യസഭ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. കോട്ടയം സീറ്റിലെ തോൽവിയെ തുടർന്ന് ലോക്സഭയിൽ അംഗമില്ലാതായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് തിരികെ ലഭിച്ചില്ലെങ്കിൽ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമില്ലാതാകും. കോട്ടയത്തെ തോൽവിക്ക് പുറമെ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട കനത്ത തിരിച്ചടിയും മാണി ഗ്രൂപ്പിൽ അസ്വാരസ്യങ്ങളും അതൃപ്തിയും ഉളവാക്കിയിട്ടുണ്ട്. കൈവശം വരുന്ന രാജ്യസഭാ സീറ്റ് കൂടി നിഷേധിച്ചാൽ UDFിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. പാർട്ടിയിലൊരു പിളർപ്പിന് വരെ ഇത് വഴിവെച്ചേക്കാം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചൂണ്ടയുമായി UDFും രംഗത്തുണ്ട്. മാണി ഗ്രൂപ്പിനെ കൂടി മുന്നണിയിൽ എത്തിച്ചാൽ അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിൽ നേട്ടം കൊയ്യാമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതും CPMന് മേൽ സമ്മർദ്ദമേറ്റുന്നു.